നമ്മുടെ നാട്ടിൽ നേർച്ചയായ കാരണം ഉച്ചയായപ്പോഴത്തേനും ഞാൻ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളിച്ച് ഫ്രഷ് ആയി ഉച്ചയ്ക്ക് നല്ല മാമ്പളപ്പുളിശ്ശേരി കൂട്ടി ചോറ് എന്നിട്ട് വൈകുന്നേരം ആയപ്പോ നേർച്ച കാണാൻ ഇറങ്ങിട്ടാ. ഉച്ചയ്ക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് കൊടിയേറ്റ കാഴ്ച മിസ്സായിട്ടാ. കുതിരപ്പുറത്ത് കയറിയിരിക്കുമ്പോ കരയെന്ന് പ്രതീക്ഷിച്ച ആളത് ഇളിച്ചോണ്ടായിട്ടായിരിക്കണത്. പിന്നില്ലേ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഇതാ കുഞ്ഞുമൊട്ട ആയിട്ടുണ്ട്. ഇപ്പൊ ആളിപ്പോ നല്ല ആക്റ്റീവ് ആണ്. കൊട്ടും പാട്ടൊക്കെ കേൾക്കുമ്പോ കൈ കൊട്ടലും ഡാൻസ് കളിക്കലൊക്കെ ആയിട്ടപ്പോ പരിപാടി. മണിക്ക് ആനപ്പുറത്ത് കയറിയപ്പോ പ്രാന്തായി തോന്നുന്നുണ്ട്. അവൻ എന്തൊക്കെ കാണിക്കേണ്ടിരുന്നിട്ട്. ഇന്ന് നേർച്ചയുടെ മൂന്നാമത്തെ ദിവസമാണ്, അതായത് ഇന്നാണ് ലാസ്റ്റ്. ഇന്നലെ നമ്മുടെ നാട്ടിലുള്ള സിനാൻ എന്ന് പറയുന്ന ഉണ്ണിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നെ. അവൻ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പരിപാടികളൊന്നും ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ആകെ 3 ക്ലബ്ബുകാരുടെ പരിപാടി അതുകൊണ്ട് ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം. മുൻവർഷത്തെ നേർച്ചകളെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ഒന്നുമില്ല എന്ന് തന്നെ പറയാട്ടോ. ഞങ്ങൾ കൂടുതലും കണ്ടിട്ടുണ്ടായിരുന്നത് യുണൈറ്റഡുകാരുടെ പരിപാടിയായിരുന്നു കേട്ടോ. കുറച്ചു നേരം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഒരാൾ ഇവിടെ ഉറക്കായിട്ടുണ്ട്. പിന്നെ കുറെ കഴിഞ്ഞ് അച്ഛൻ വന്നപ്പോഴാട്ടാ കുട്ടി ഒന്ന് ഓണായത്. പിന്നെ ഒരു 7-8 മണിയൊക്കെ ആയപ്പോ ഞങ്ങൾ നേരെ വീട്ടിൽ പോയേ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി വീണ്ടും ഞങ്ങൾ നേർച്ച കാണാൻ വേണ്ടി ഇറങ്ങിട്ടോ. ഇതിനൊന്ന് കണ്ണാട വെച്ചൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള പെടാപ്പാടാട്ടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗംഗയ്ക്ക് പാനിപൂരി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ അടുത്ത് പോയി നിന്നപ്പോ അവൾക്ക് കഴിക്കണ്ടാന്ന്. പിന്നെ കഴിച്ചില്ല, ഞങ്ങൾ നേരെ തിരിച്ചു പോന്നുട്ടാ. അച്ഛന്റെ വണ്ടിയിൽ പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയമായപ്പോ തീർന്നുട്ടാ. പിന്നെ ഞങ്ങൾ കുടുംബസമേതം എല്ലാരും നിന്നിട്ടാട്ടെ ഈ പെട്രോൾ നിറച്ചോണ്ടിരിക്കുന്നത് ഈ വണ്ടിയിൽ. അതിന്റെ ഇടയിൽ ജാൻവിനെയും വിനയ ആന്റിനെയും കണ്ടിട്ടുണ്ടായിരുന്നേ. ചൂടായതുകൊണ്ട് തന്നെ 10 മിനിറ്റ് കഴിയുമ്പോ നമുക്ക് ദാഹിക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സർബത്തും ജ്യൂസും ഒക്കെ കുടിച്ചോണ്ടേ ഇരുന്നുട്ടാ. ചുണ്ടാപ്പി ആണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും അമ്മയുടെ മേത്ത് കിടന്നുറങ്ങിയേ. പിന്നെ ഞങ്ങൾ വർണ്ണമഴയും കണ്ട് നേരെ വീട്ടിലേക്ക് പോന്നുട്ടാ. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് 24-ാം തീയതിയാണ്. 21-ാം തീയതി സിനാൻ നമ്മളെല്ലാവരെയും വിട്ട് പോയിട്ടുണ്ടായിട്ടാ.